ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ്, ഞാൻ എടുക്കാം. ഒരു സെലിബ്രേഷൻ മൂഡിലാണ് അവർ. റെസ്റ്റ് എടുക്കായിരിക്കും, ഫ്രണ്ട്സുമായിട്ട് തമ്മിൽ കാണുന്നുണ്ടായിരിക്കും. ഒരു ഇത്തിരി സമാധാനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് അറ്റ് പ്രസൻറ്റ് കാണുന്നത് കേട്ടോ. വീട്ടിലൊരു കാപ്പി കുടിക്കുകയെ അങ്ങനെയൊക്കെ ലൈക്ക് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ഓർക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ ഒരുപാട് സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്, അതായത് നേരത്തെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ ഇവർ ഓർക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു ചെറിയ അസുഖം, പനിയോ ജലദോഷമോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കാലുവേദന, കാലൊന്ന് വീണ് ഉളുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചിലർക്കെങ്കിലും ചില കടങ്ങൾ മൂലം കുറച്ച് ടെൻഷൻ ഉണ്ട്, അതിനെപ്പറ്റിയും കൂടി അവർ ചിന്തിക്കുന്നുണ്ട്. ക്ഷീണം തോന്നുന്നുണ്ട് അവർക്ക്. എല്ലാം കൊണ്ടും മേ ബി ഇന്ന് ഒരു അവധി ആയതുകൊണ്ട് യൂഷ്വലി എന്നും ജോലിക്ക് പോകുന്നവർക്കൊരു ക്ഷീണം കാണുമല്ലോ. വലിയ രീതിയിലുള്ള ഒരു ക്ഷീണമായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ പനി മൂലമോ ഒക്കെ ഉള്ള ഒരു ക്ഷീണമായിരിക്കാം. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലർ ഒരു വീട് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചില റിയൽ എസ്റ്റേറ്റ് സംബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ബന്ധത്തിൻ്റെ എൻഡ് റിസൾട്ട് ഒരു വിക്ടറി ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് മുന്നേക്ക് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. എന്നാലും ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. ചിന്തകളിൽ പോസിറ്റിവിറ്റി ആണെങ്കിലും തൽക്കാലം ഒന്ന് സ്വല്പം വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെയും ഒരു വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ്. കാരണം ഫൈനാൻസസ് ആണ് കേട്ടോ, വേറെ ഒന്നും ഒരു പ്രതിബന്ധമായിട്ട് അവിടെ കാണുന്നില്ല. പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവർ ഫൈനാൻഷ്യലി ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങളെ വന്ന് കാണാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ജോലിയിൽ ഫൈനാൻസസിൽ ശ്രദ്ധിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ ഒരു തീരുമാനമായതിനു ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രപ്പോസലായിട്ട് അവർ വരുന്നതാണ്. തൽക്കാലം ഒരു സെൽഫ് റെസ്ട്രിക്റ്റീവ് മോഡിലായിട്ടാണ് അവരെ കാണുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് തന്നെയാണ്. ഫൈനാൻസസിൽ തൽക്കാലം ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ.